കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവിരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ എത്ര വലിയ പ്രതിസന്ധികൾ ശത്രുവായവൻ ഉയർത്തിയാലും, ഏതൊക്കെ തരത്തിൽ നമ്മെ മുൻപോട്ട് വിടാതെ വണ്ണം പ്രതിസന്ധികളെ കൊണ്ട് നമ്മെ വലയ്ക്കുവാൻ നോക്കിയാലും, പ്രതിസന്ധികളെ വഴി മാറ്റിവിടുന്ന, നീക്കം ചെയ്യുന്ന ഒരു വലിയ ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78-ാം അധ്യായം അതിൻ്റെ 13-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി, അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. വളരെ പരിചിതമേറിയൊരു തിരുവചന ഭാഗമാണ്. പിതാവായ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് വാഗ്ദത്ത കനാൻ അവകാശമാക്കുവാൻ വാഗ്ദത്തം കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. ഇസ്രായേൽ മക്കളുടെ അരികിലേക്ക് മോശ ചെല്ലുമ്പോൾ അവർക്കൊരു വലിയ പ്രതീക്ഷ കൊടുക്കുകയാണ്. നിങ്ങൾ ഈ അടിമത്തത്തിൽ നിന്ന് മാറാൻ പോകുന്നു, നിങ്ങളുടെ അടിമച്ചങ്ങല പൊട്ടാൻ പോകുന്നു. വലിയ പ്രതീക്ഷ കൊടുത്ത് ഏകദേശം 10 ബാധകൾ മിസ്രൈമിലെ കൂടാരങ്ങളിലേക്ക് അയച്ച് അവസാനത്തെ കടിഞ്ഞൂൽ സംഹാരത്തിൽ ഫറവോൻ തൻ്റെ കഠിന ഹൃദയത്തെ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജനത്തെയും കൊണ്ട് ആരാധിക്കാൻ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു വിടുമ്പോൾ ഇസ്രായേൽ മക്കളുടെ മുഖങ്ങളിൽ എല്ലാം ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം വളരെ ചിരിയും ആർപ്പും സന്തോഷവും. എന്തിനേറെ പറയുന്നു, നാം ഏവരും പാട്ടുപാടുന്നത് പോലെ ഫറവോന് ഞാനിനി അടിമയല്ല എന്ന് പാട്ടുപാടി തപ്പെടുത്താർത്ത് അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുമ്പോൾ അവർ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ സമയത്താണ് അവരുടെ മുൻപിൽ ചെങ്കടൽ ഒരുങ്ങി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒട്ടനവധി പേരുടെ ഹൃദയങ്ങളിൽ തൊട്ടുണർത്തുന്ന ഒരു ചോദ്യമുണ്ട്. വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച യാത്രകൾ, വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച ശുശ്രൂഷകൾ, വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച ജോലികൾ, ഏതൊക്കെയോ സാഹചര്യത്തിൽ വലിയ ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങൾ വന്ന് മുൻപോട്ട് പോകാതെ വണ്ണം വഴി തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന് ആമേൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, എത്ര വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ കഠിന ശോധനയാകട്ടെ, ഏതൊക്കെ ചെങ്കടലുകൾ മുൻപിൽ വന്നോട്ടെ, അതിനെയെല്ലാം നീക്കം ചെയ്യുവാൻ സർവശക്തനായ ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറാകും? പ്രൈസ് ഗോഡ്. വാക്യം ഇങ്ങനെയാണ് വായിച്ചത്: അവൻ സമുദ്രത്തെ വിഭാഗിച്ചു. ഒരു പക്ഷെങ്കിൽ നമ്മുടെ മാനുഷികമായ ചോദ്യം, ചിന്തകൾ, ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകുവാൻ വിളിച്ചു വേർതിരിച്ചിറക്കുമ്പോൾ ചെങ്കടൽ മുൻപിൽ കൊടുക്കാതെ, മാറയുടെ അനുഭവം മുൻപിൽ കൊടുക്കാതെ, രബീദീമിൽ യുദ്ധം മുൻപിൽ കൊടുക്കാതെ ദൈവത്തിന് നേരെ വാഗ്ദത്ത കനാനിൽ എത്തിക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം 430 വർഷക്കാലം അവർ അനുഭവിച്ച കഷ്ടതകൾ വളരെ വലിയ വേദനയും പ്രയാസവും സങ്കടവുമാണ്. ആയതുകൊണ്ട് ചെങ്കടലിന് മുൻപിൽ കൊടുക്കാതെ വേണമെങ്കിൽ അവരെ വാഗ്ദത്ത കനാലിൽ എത്തിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ എപ്പോഴും ഉണ്ട്. കർത്താവേ, ഒത്തിരി പ്രതിസന്ധികൾ കണ്ടതാണ് ഞാനും എൻ്റെ കുടുംബവും, ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയതാണ്. കർത്താവിനെ വിളിച്ച മാത്രയിൽ മുതൽ ആ പ്രതിസന്ധികളൊന്നും ഞങ്ങൾക്ക് മുൻപിൽ വരാതെ, ഞങ്ങളുടെ മുൻപിൽ കൊണ്ടിടാതെ ഞങ്ങളെ വിടുവിക്കാമായിരുന്നല്ലോ, ഞങ്ങൾക്ക് ആശ്രയമേകാമായിരുന്നല്ലോ, ഞങ്ങളെ താങ്ങാമായിരുന്നല്ലോ എന്നൊരു ചോദ്യം നമ്മളുടെ ഏവരുടെയും ഹൃദയത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധികൾക്കകത്തൂടെ നമ്മെ വിടുന്നത്, ചില ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ട് നമ്മെ നിർത്തുന്നത് നമ്മുടെ തകർച്ചയ്ക്കല്ല എന്നും, നമ്മുടെ വീഴ്ചയ്ക്കല്ല എന്നും, അത് നമ്മെ നാളിതുവരെ തളർത്തിക്കൊണ്ടിരുന്ന, തകർത്തുകൊണ്ടിരുന്ന പൈശാചിക മേഖലകളെ കൊണ്ട് അതിനകത്തില്ലായ്മ ചെയ്യുവാനുള്ള ദൈവത്തിന്റെ പ്ലാനുകളാണെന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം.
നമ്മളോർക്ക് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ പോലെയുള്ള പ്രതിസന്ധികൾ ഞങ്ങളുടെ തകർച്ചയാണല്ലോ. ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവത്തിന് ഇതൊന്നും കണ്ടുകൂടെ? ദൈവം പലരെയും മറ്റു പലർക്കും നല്ലത് കൊടുക്കുന്നു, നന്മ കൊടുക്കുന്നു, വിടുതൽ കൊടുക്കുന്നു, പ്രതിസന്ധികൾ ഇല്ലാതാക്കുന്നു. പക്ഷെ ഞങ്ങളുടെ മുൻപിൽ മാത്രം ഈ പ്രതിസന്ധികൾ. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ വന്ന ഈ പ്രതിസന്ധികൾ നാളിതുവരെ നമ്മെ കഠിനമായി പീഡിപ്പിച്ച, കഠിനമായി ഊഴിയ വിചാരകന്മാരെ നിർത്തി നമ്മെ തളർത്തിക്കൊണ്ടിരുന്ന ഫറവോനെയും സൈന്യത്തെയും അതിനകത്ത് വീഴിക്കാനുള്ള ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്നുള്ളത് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. എത്ര പേര് എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? കർത്താവ് എന്റെ മുൻപിൽ ഒരുക്കിയ പ്രതിസന്ധിയുടെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ദൈവം അറിയാതെയല്ല എന്റെ മുൻപിൽ വന്ന ആ പ്രതിസന്ധി എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. പക്ഷെ അല്പനേരം അവർ ആകെപ്പാടെ പതറി നിൽക്കുകയാണ്. മോശയോട് നിലവിളിക്കാൻ തുടങ്ങി. മോശേ, മിസ്രൈമിൽ ശവക്കല്ലറയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ ചെങ്കടലിനകത്ത് ഇതിനകത്ത് അവസാനിപ്പിക്കാൻ, ഇതിനകത്ത് കൊല്ലുവാൻ ഞങ്ങളെ കൊണ്ടുവന്നതെന്നൊരു ചോദ്യം മോശയുടെ നേരെ ഉയരുമ്പോൾ മോശയും എന്തു ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്ത അവസ്ഥക്കകത്തായി മാറുകയാണ്. പ്രൈസ് ഗോഡ്. പ്രിയമുള്ളവരെ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നാളിതുവരെ നിങ്ങൾ വലഞ്ഞും ഭാരപ്പെട്ടും കൊണ്ട് നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ആലോചന കൈമാറുന്നു. ചില പ്രയാസങ്ങൾ മുൻപിൽ കൊണ്ടുവന്ന ചെങ്കടലിനെ വിഭാഗിക്കാനുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർക്ക് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ നടത്തി. താങ്കളുടെ മുമ്പിൽ വന്ന ആ പ്രതിസന്ധിയിലൂടെ നടത്താൻ, താങ്കളുടെ മുൻപിൽ താങ്കൾ ഇതിനകത്ത് അവസാനിക്കുമെന്ന് പറഞ്ഞ് അതേ പ്രതിസന്ധിക്കകത്തൂടെ ഒരു വഴിയുണ്ടെന്ന് താങ്കളെ കാണിക്കാൻ ഇന്നു പകൽക്കാലം ദൈവത്തിന് പ്ലാനുകളുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. അടുത്ത പദം ഇങ്ങനെ പറയുന്നത്, അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പ്രൈസ് ഗോഡ്. രണ്ടു ഭാഗത്തും ഇസ്രായേൽ മക്കൾ ആ ചെങ്കടൽ വഴി കടന്നപ്പുറം എത്തുന്നത് വരെ ചിറ പോലെ വെള്ളം നിൽക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട്, മാതാപിതാക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി വഴിമാറാൻ പോകുകയാ. നിങ്ങൾ നാളിതുവരെ കണ്ണുകൊണ്ട് കണ്ട, ഹൃദയം കൊണ്ട് വേദനിച്ച പ്രതിസന്ധി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ നിന്ന് വഴിമാറി പോകാൻ പോകുകയാ. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും പരിശുദ്ധാത്മാവിൽ വിശ്വാസത്തോടും മുൻപോട്ട് പോകുക. കാരണം ഇന്നലെ വരെ നാം കണ്ട പ്രതിസന്ധികളെ വിഭാഗിച്ച് അതിൽ കൂടി നടത്തി വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.